ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പുതിയ ഒരു ആരാധന വത്സര കാലത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദനഹ തിരുനാൾ തുടർന്നുള്ള നീണ്ട ഒരു കാലഘട്ടം, ഈസ്റ്റർ ദിനത്തിൻ്റെ കാലതാമസമനുസരിച്ച് 7 ആഴ്ചയിൽ കൂടിയും കുറഞ്ഞും വരുന്ന ഒരു കാലഘട്ടമാണ് ദനഹ കാലം. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം മദ്നഹ എന്ന് പറഞ്ഞാൽ കിഴക്ക് എന്നാണ്. ആ കിഴക്കുന്ന് ഉദിക്കുന്ന, അല്ലെങ്കിൽ ഉദയം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം. ഈശോമിശിഹ ലോകത്തിൽ ഉദയം ചെയ്തു. ഈശോമിശിഹയുടെ പ്രകാശം എല്ലായിടത്തും വ്യാപിച്ചു. ഈശോ ലോകത്തിന് വെളിപ്പെട്ടു. അങ്ങനെ വെളിപ്പെടുത്തലിൻ്റെ എപ്പിഫനിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശക്തമായ സാന്നിധ്യം അറിയിക്കുക, രാജാക്കന്മാരുടെ പ്രത്യക്ഷങ്ങൾ, അതൊക്കെയാണ് എപ്പിഫനി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈശോയുടെ ആ എപ്പിഫനി, ഗ്രീക്കിൽ എപ്പിഫനി എന്ന് പറയും, സുറിയാനിയിൽ ദനഹ, ഈശോയുടെ ഉദയം, ഈശോയുടെ പരസ്യ ശുശ്രൂഷയിലേക്ക് അവിടുന്ന് കടക്കുന്നു. രഹസ്യ ജീവിതത്തിൽ നിന്നും, അതിൻ്റെ ഒരു ഇരുളിൽ നിന്നും, അതിൻ്റെ ഒരു നിശബ്ദതയിൽ നിന്നും പരസ്യ ജീവിതത്തിൻ്റെ ആ ശബ്ദായമാനമായ ലോകത്തേക്ക്, പ്രകാശത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആ ദനഹ തിരുനാളിൻ്റെ ഒരു തുടർച്ചയാണ് ദനഹ കാലം. ദനഹ തിരുനാളിൽ സംഭവിച്ചത് ഈശോയുടെ മാമോദീസായാണ്. ആ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടു. പിതാവിൻ്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള സ്വരം ശ്രവിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വരുന്നു. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുന്ന ഒരു അവസരമാണ് ഈശോയുടെ മാമോദീസ വേള. അങ്ങനെയുള്ള ആ കർത്താവിനെ ലോകം മുഴുവനും പരസ്യമായിട്ട് ലോകത്തിന് മുഴുവനും സമർപ്പിക്കുകയാണ്. അങ്ങനെ കർത്താവിനെ ലോകം മുഴുവനും ഏറ്റെടുക്കുവാൻ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ആ ശുശ്രൂഷ സ്വീകരിക്കുവാൻ ഇന്നും നമ്മെ തയ്യാറാക്കുന്ന ഒരു കാലഘട്ടമാണ് ദനഹ കാലം. അതുകൊണ്ട് ഈ തിരുനാൾ കഴിഞ്ഞുള്ള കാലഘട്ടം മുഴുവനും ഒരു നീണ്ട ദനഹ തിരുനാളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നമ്മളുടെ ഉയിർപ്പ് തിരുനാളും ശ്ലീഹാക്കാലം പൂർണ്ണമായിട്ടെടുക്കുന്ന പെന്തക്കോസ്ത തിരുനാളും എല്ലാം ഇങ്ങനെയാണ്. ആ തിരുനാളിൻ്റെ ചൈതന്യം ഒരു കാലഘട്ടം മുഴുവനും തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈശോയുടെ പരസ്യ ശുശ്രൂഷ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈശോയെ എല്ലാവരും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ഈശോയെക്കുറിച്ചുള്ള പരിപൂർണമായ ആ ദർശനം ദാർശനികനായ യോഹന്നാൻ ഈ 1-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോമിശിഹായുടെ ആ വെളിപ്പെടൽ എന്താണെന്ന് അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നിൽക്കുമ്പോൾ, ഈശോ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് കേട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ 2 പേര് ഈശോയെ അനുഗമിച്ചു. ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, അപ്പോൾ ഈശോ ചോദിക്കുന്നു, അവൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അപ്പോൾ പറഞ്ഞു, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? 1:39 ഈശോ പറയുകയാണ്, വന്നു കാണുക, കം ആൻഡ് സീ. യോഹന്നാൻ ഒരു ദാർശനിക സുവിശേഷകനാണ്. കാണുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമുണ്ട്, ആന്തരികമായ അർത്ഥമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ കണ്ടു, വന്നു കാണുക. ഞങ്ങൾ കേട്ടതും കണ്ടതുമായ ജീവൻ്റെ വചനമെന്ന് തൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ കാഴ്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാഴ്ച എന്ന് പറയുന്നത് ദൈവികമായൊരു കാഴ്ചയാണ്. ആ ഒരു കാഴ്ച, ഈശോ യഥാർത്ഥ വിശ്വാസത്തോടുകൂടി, വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ച, അത് വെളിച്ചത്തോടു കൂടിയുള്ള കാഴ്ച ലഭിക്കണം. അങ്ങനെ കർത്താവിനെ കാണുന്ന ആളുകളെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗത്ത്, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ 43 മുതൽ ഉള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. പീലിപ്പോസിനെ കണ്ടപ്പോൾ ഈശോ അവനെ വിളിച്ചു, നീ എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും അതുപോലെ തന്നെ ശമയോൻ്റെയും പട്ടണമായ ബേസയിദ എന്ന് പറഞ്ഞാൽ ഒരു മീൻപിടുത്ത ഗ്രാമമാണ്. അങ്ങനെയുള്ള ഗ്രാമം ഗലീലയിൽ നിന്നുള്ള അവനെ കണ്ടിട്ട് പറഞ്ഞു, ഫിലിപ്പോസ്
അന്ത്രയോസിൻ്റെയും ബെത്സയിദയിൽ നിന്നുള്ളവരായിരുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് ആ സന്തോഷം അല്ലെങ്കിൽ ആ വാർത്ത അറിയിക്കുകയാണ്. ഈശോയെ കണ്ട ആ കാര്യം, ആ ഒരു കണ്ട അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഈശോയെ കാണുന്നവർക്ക്, യഥാർത്ഥത്തിൽ കാണുന്നവർക്ക് അത് പങ്കുവയ്ക്കാനാവില്ല. 45-ാം വാക്യം, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടിരിക്കുന്ന ഒരാൾ, അവന് ആരാണവൻ? യൗസേപ്പിൻ്റെ മകൻ നസസ് എന്നുള്ള ഈശോ. ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഈശോ ആരാണെന്ന് സുവിശേഷം വെളിപ്പെടുത്തുകയാണ്. ദൈവികമായി നോക്കുമ്പോൾ ഈശോ നിയമത്തിലും പ്രവചനങ്ങളിലും എഴുതപ്പെട്ടതിൻ്റെ പൂർത്തീകരണമാണ് ദൈവികമായ അർത്ഥത്തിൽ. മറുവശത്ത് നോക്കുമ്പോൾ മാനുഷികമായ അർത്ഥത്തിൽ ഈശോയുടെ മനുഷ്യത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ യൗസേപ്പിൻ്റെ മകൻ. അങ്ങനെ ഈശോയെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. നസസിൽ നിന്നുള്ള ഈശോ. നഥാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ദാനമെന്നാണ്. നല്ലവനായ നിഷ്കളങ്കനായ മനുഷ്യനാണ് അദ്ദേഹം. ഈ നഥാനിയേൽ ആരാണ്? ഈ നഥാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ബർത്തലോമിയോ ആണെന്ന് ഈശോദാദ് ഓഫ് മേർവ് എന്ന് പറയുന്ന ഒരു സുറിയാനി വ്യാഖ്യാതാവ് 9-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ നഥാനിയേലിനെ നമ്മൾ വീണ്ടും കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. തോമായോടുകൂടി പത്രോസിനോടുകൂടി മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നൊരു ശിഷ്യനായിരുന്നുവെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ നഥാനിയേൽ ചോദിക്കുന്നത് എന്താണ്? ആദ്യം ചോദിക്കുന്നത് സംശയിക്കുന്ന ശിഷ്യനാണ്. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അങ്ങനെ സംശയിക്കുന്ന ശിഷ്യൻ പിന്നീട് എന്ത് ചെയ്യുന്നു? അവസാനം ഈശോയുടെ യഥാർത്ഥ അനുയായിയായി മാറുന്നതാണ് കാണുന്നത്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഉത്തരം ഈശോ പറഞ്ഞ അതേ വാക്കാണ്. ഈശോ അന്ന് വിളിച്ച വാക്കാണ്. 1:39 കാണുന്ന വാക്കാണ് 1:46 വരുന്നത്, വന്ന് കാണുക. അങ്ങനെ ഈശോയെ കാണാൻ വേണ്ടി നഥാനിയേൽ വരികയാണ്. അങ്ങനെ വരുമ്പോഴേക്കുമാണ് ഈശോ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇതാ നിഷ്കപടനായ ഇസ്രായേൽ, യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഈശോ അവനെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ നഥാനിയേൽ ചോദിക്കുകയാണ്, നീ എങ്ങനെ എന്നെ അറിയുന്നു? അപ്പം കാണുക എന്ന് പറയുമ്പോൾ ഒരു കാഴ്ച മാത്രമല്ല, ഒരു അറിവും കൂടിയാണ്. ഈശോയെ അറിഞ്ഞു. നീ എങ്ങനെ എന്നെ അറിഞ്ഞു? ഉടനെ കൊടുക്കുന്ന മറുപടിയുണ്ട്. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് 48-ാം വാക്യം, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് പോലെ വചനം പഠിക്കുവാനിരിക്കുന്ന സ്ഥലമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു വചന പഠിതാവായിരുന്നു, ദൈവാന്വേഷകനായിരുന്നു നഥാനിയേൽ. അങ്ങനെ ആ ദൈവാന്വേഷകൻ, അത് അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ സക്കറിയ 3:10 കാണുന്നു, നിങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷ തണലിലേക്കും ക്ഷണിക്കും, അത് പൂർത്തിയാകുന്നത് പോലെയാണ്. അപ്പോൾ ഈ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ക്ഷണിക്കുന്നു, മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കും ക്ഷണിക്കുന്ന, അതൊരു മെസ്സയാനിക പ്രതീക്ഷ പൂവണിയുന്ന ഒന്നാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവല്ലേ? അപ്പോൾ കാഴ്ച മാത്രമല്ല, അവിടെ വിശ്വസിക്കുക തന്നെ ചെയ്തു. നീ എന്നെ അപ്പോഴാണ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നഥാനിയേൽ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ചില മെസ്സയാനിക സംജ്ഞകൾ, അതാണ് റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. അപ്പോൾ ഈശോ ആരാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ദൈവപുത്രൻ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7:13 വാനമേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നു എന്ന് പറയുന്ന ആ ദൈവപുത്രൻ അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. അപ്പോൾ ഇങ്ങനെ ഈശോയുടെ മെസ്സാനിക് ടൈറ്റിൽസ്, ഈശോയുടെ മെസ്സാനിക സംജ്ഞകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിക്കുക. അപ്പോൾ വെറുതെ ഒരു കാഴ്ച മാത്രമല്ല, വിശ്വാസവും ആരാധനയും അവിടെ കാണാൻ സാധിക്കും. ഉടനെ ഈശോ കൊടുക്കുന്ന പ്രതിഫലമാണ്. ഈശോയെ കണ്ട് അറിഞ്ഞ് വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ, ഈശോയ്ക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവിടുന്ന് കൊടുക്കുന്ന പ്രതിഫലമാണ്. തുടർന്ന് 49-ാം തുടർന്ന് വാക്യത്തിൽ തുടർന്ന് കാണുന്നത്,
51 വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗമായിട്ട് കാണുന്ന ഇതാണ്. അവൻ തുടർന്നു, നീ എന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിച്ചു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആമേൻ ആമേൻ വീണ്ടും വീണ്ടും ഏറ്റുപറയുന്ന ഒരു പ്രത്യേകമായ പദപ്രയോഗമാണ്. 20 പ്രാവശ്യം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ഒരു സോളം സ്പീച്ചാണ്. അതുകൊണ്ട് ആഘോഷമായി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു സത്യമാണ്. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. വാസ്തവത്തിൽ ഇത് മറ്റൊരു സംഭവത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11 മുതൽ 11 വരെ യാക്കോബിൻ്റെ ഒരു ഗോവണി. അപ്പോൾ ഈ മനുഷ്യപുത്രൻ വാനമേഘങ്ങളും മഹത്തോടെ വരുമെന്ന് മുമ്പ് സൂചിപ്പിച്ച ദാനിയേൽ 7:13 ഇതെല്ലാമാണ്. മാത്രമല്ല, ഈശോയുടെ ആ പ്രഖ്യാപനം ഈശോ അനുഗമിക്കുന്നവർ കാണാനിരിക്കുന്ന അല്ലെങ്കിൽ നേടാനിരിക്കുന്ന ആ ദിവ്യമായ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് കൂടെ സൂചിപ്പിക്കുകയാണ്. രക്ഷകരുടെ ചരിത്രം മുഴുവനും, രക്ഷയുടെ അനുഭവം മുഴുവനും ഇവിടെ പ്രതിപാദിക്കുകയാണ്. നീ വീണ്ടും കാണും, സ്വർഗം തുറക്കപ്പെടുകയും ദൈവദൂതന്മാർ കയറുകയും പോവുകയും മനുഷ്യപുത്രന്മാർ ഇറങ്ങി വരികയും ചെയ്യുന്നത് നിങ്ങൾ കാണും. അപ്പോൾ ഈശോയുടെ ആ മഹത്വപൂർണമായ ജീവിതം മാത്രമല്ല, അവിടുത്തെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും സ്വർഗീയ ജീവിതവും എല്ലാം നീ കാണും എന്ന് പ്രവചിക്കുകയാണ്. അങ്ങനെ തൻ്റെ കാഴ്ച പൂർണ്ണമായും ഉയർത്തുകയാണ്. വാസ്തവത്തിൽ ഈശോ തന്നെ, യാക്കോബ് കണ്ട ഗോവണി ഈശോ തന്നെയാണ്. ഈശോയിലൂടെയാണ് നീ സ്വർഗത്തിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് കയറുന്ന ചവിട്ടുപടിയാണ് ഈ ഗോവണി. തന്നെ താഴ്ത്തി മറ്റുള്ളവർക്ക് കയറുവാൻ തന്നെ താഴ്ത്തുന്ന ആ കുരിശിൻ്റെ പ്രതീകം കൂടിയാണ് ഈ ഗോവണി. മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് കർത്താവ് അങ്ങനെയാണ്. അങ്ങനെ കർത്താവ് നൽകുന്ന രക്ഷയെ യോഹന്നാൻ വിളംബരം ചെയ്യുകയാണ്. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ വലിയ രക്ഷയുടെ സദ്വാർത്ത ഇവിടെ യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. ദൈവത്തെ കാണുക എന്നുള്ള എല്ലാ മതവിശ്വാസങ്ങളിലും മനുഷ്യൻ്റെ വലിയ അഭിവാഞ്ചയാണ്. ഈശ്വര സാക്ഷാത്കാരം എന്ന് നമ്മുടെ ഹൈന്ദവ ചിന്തകളിലുണ്ടല്ലോ. അക്ഷി കരോതി, സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തെ കാണാനുള്ള അഭിവാഞ്ച ഇന്നത്തെ 1-ാമത്തെ വാരിയിൽ പുറപ്പാട് പുസ്തകത്തിൽ 33:18 മുതൽ 23 വരെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. 33:11 പറയുന്നുണ്ട്, മോശ ദൈവവുമായ ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു, മുഖാമുഖം സംസാരിച്ചു. പക്ഷേ മോശയ്ക്ക് വലിയൊരു അഭിലാഷമാണ്. എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം കാണണം. വെറുതെ കാണുകയല്ല, നിന്റെ മഹത്വം ഇനി കാണണം. ദൈവത്തിൻ്റെ മഹത്വം കണ്ടാൽ അവൻ എന്ത് സംഭവിക്കും? അങ്ങനെ കാണുന്നവർ നശിച്ചു പോയി അവൻ ചാമ്പലായി പോകുന്നതായിട്ടൊക്കെ ഗ്രീക്ക് പുരാണങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കഥകളിലെല്ലാം കാണും. അങ്ങനെയുള്ളൊരു ചിന്ത യഹൂദരുടെയും ഇടയിലുണ്ട്. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ മഹത്വം കാണണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. 20-ാം വാക്യം, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടുകൂടി ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ മഹത്വം അത്ര വലിയ ശക്തമാണ്. സൂര്യൻ്റെ തൊട്ടടുത്ത് ചെല്ലാൻ സാധിക്കുകയില്ല. അതിൻ്റെ 1% ദൂരത്തിലാണല്ലോ ഇന്ത്യയിൽ നമ്മുടെ ആദിത്യ ഉപഗ്രഹം പോകുന്നത്. അത്രയും ദൂരം നിന്നിട്ടും മാത്രം കണ്ടാൽ പോലും അത്ര വലിയ പ്രത്യേകമായ ചൂടുള്ള എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വം അതിനതീതമാണ്. സൂര്യചന്ദ്രന്മാരെ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ദൈവത്തെ കാണുക എന്ന് പറയുന്ന മനുഷ്യന് ഉൾക്കൊള്ളുന്നതിന് അതീതമാണ്. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, ദൈവം പറയുകയാണ്, നീ പാറമേൽ നിൽക്കുക, ഞാൻ കടന്നു പോകും, എൻ്റെ കൈകൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും. അതിനിടയിലൂടെ 21-ാം വാക്യം, എൻ്റെ പിൻഭാഗം നീ കാണും, മുഖം കാണുകയില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പിൻഭാഗം കാണുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അംശം, ഏറ്റവും കുറഞ്ഞ ഭാഗം, ഏറ്റവും ലളിതമായ ഭാഗം കാണിക്കുന്ന രീതിയിലാണ്. എൻ്റെ പിൻഭാഗം, മുഖം കാണിക്കുന്നില്ല. മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ സിസ്റ്റൈൻ ചാപ്പലിൽ വരച്ചിരിക്കുന്ന സൃഷ്ടി, അതിൽ ദൈവത്തിൻ്റെ പിൻഭാഗം കൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുഖം, ക്രിയേഷൻ്റെ ആ ചിത്രത്തിൻ്റെ ഒരു വശത്ത് സൂര്യചന്ദ്രത്തിനോട് ചേർന്ന ദൈവത്തിൻ്റെ പിൻഭാഗം. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമല്ല, പക്ഷെ ദൈവം മനുഷ്യനെ തനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കുന്ന അത്രയും വെളിപ്പെടുത്തുവാൻ തയ്യാറാണ്.
നമ്മുടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമാണ്. പഴയ നിയമത്തിലെ ആ ദൈവം സ്നേഹിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തെ അവന് കാണാൻ സാധിക്കുകയില്ല. കാണാൻ സാധിക്കാത്ത ദൈവത്തെ അവന് ഒരു പാർശ്വഭാഗം മാത്രം കണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ലാഞ്ചന മാത്രം കാണുവാനേ അവന് കഴിയുന്നുള്ളൂ. പക്ഷേ ഈശോ മിശിഹായിലേക്ക് വരുമ്പോഴേക്കും അവന് ദൈവത്തെ കാണും. എന്നെ കാണുന്നു, എൻ്റെ പിതാവിനെ കാണുന്നു. ദൈവത്തെ കാണണമെങ്കിൽ ഈശോയുടെ മുഖത്ത് നോക്കുക. മനുഷ്യനായി അവൻ അവതരിച്ചു, പുത്രൻ തമ്പുരാൻ മനുഷ്യനായി തീർന്നു. അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ മുഖവുമായി ലോകത്തിലേക്ക് വരുന്നു. ഈശോയെ നോക്കുമ്പോൾ, ഈശോയുടെ വചനം കേൾക്കുമ്പോൾ ഒക്കെ ദൈവത്തെയാണ് നമ്മൾ നോക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. സെഫാനിയ ലേഖനം ഇന്നത്തെ 2ാമത്തെ വായന 3 സെഫാനിയ 3:14-20 വരെയുള്ള വാക്യങ്ങളിൽ വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യയുണ്ട്. 17ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സിയോൻ പുത്രി ആർപ്പ് വിളിക്കുക. ഇപ്പം രക്ഷയുടെ വാഗ്ദാനം നൽകുന്ന ദൈവമാണ്. ദൈവം കൂടെയുണ്ട്. പക്ഷെ ദൈവത്തെ നിങ്ങളുടെ ലളിതമായ ചിന്ത കൊണ്ട്, നിങ്ങളുടെ സാധാരണമായ കാഴ്ച കൊണ്ട് കാണുന്നതിനപ്പുറമായ വലിയ ഒരു യാഥാർത്ഥ്യമാണ് ദൈവം. ആ ദൈവം തൻ്റെ മഹത്വം പ്രകാശിപ്പിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. കണ്ടത് ഈശോ മിശിഹായിലൂടെയാണ്. ഇന്നത്തെ ലേഖനത്തിൽ പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 1:16-21 വരെ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് വെറും കൽപ്പിത കഥകൾ, കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കഥകൾ വഴിയല്ല, മറിച്ച് ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. അവൻ്റെ ദൃക്സാക്ഷിയാണ്. അവൻ്റെ മഹത്വം, ഈശോ മിശിഹായുടെ മഹത്വം കണ്ടു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ്റെ മഹത്വം കാണുകയും സ്വർഗീയ വചനങ്ങൾ കേൾക്കുകയും ചെയ്തു. മത്തായി 17:1-5 വരെയാണ് ഇവിടെ പറയുന്നത്. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനങ്ങളെ നിങ്ങൾ ശ്രവിക്കണം. നമ്മൾ ശ്രവിക്കുന്നു എന്ന് അദ്ദേഹം പറയുക. ദൈവത്തിൻ്റെ മഹത്വം ഈശോയിൽ കണ്ടു. പക്ഷെ അതോടൊപ്പം തന്നെ പഴയ നിയമ പ്രവചന വചനങ്ങളിലൂടെ ആ കർത്താവിൻ്റെ ആ മഹത്വം നമ്മളുടെ തെളിഞ്ഞു വരികയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. തുടർന്ന് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചാണ്. മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, ദൈവവചനമാണ്. അത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി എഴുതപ്പെട്ട ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ച വചനങ്ങളാണ്. ഇൻസ്പിരേഷൻ എന്ന് പറയും. പരിശുദ്ധാത്മാവ് ഊതിയത്, ദൈവത്തിൻ്റെ ആ ഊതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ രചിക്കപ്പെട്ടവയാണ്. അപ്പോൾ ഈ ദനഹാകാലത്ത്, പ്രത്യേകിച്ച് ഈശോയുടെ പരസ്യ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഈശോയുടെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, ഈശോയുടെ വചനങ്ങൾ കേൾക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ കുർബാനയിലെ വചന ശുശ്രൂഷ ഈ ദനഹാകാലത്തിൻ്റെ ഒരു അനുസ്മരണമാണ്. ആമുഖ ശുശ്രൂഷ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ അനുസ്മരണമാണെങ്കിൽ, വചന ശുശ്രൂഷ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ, അത് നടത്തുന്ന ആ ലോകത്തിൻ്റെ മധ്യേ ഈശോ ഇറങ്ങി വന്നെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ബേമായിൽ നിന്നുകൊണ്ട് ആ വചന ശുശ്രൂഷ നടത്തുന്ന, സുവിശേഷം വായിക്കുന്ന, സുവിശേഷം താഴേക്ക് പ്രദക്ഷിണമായിട്ട് കൊണ്ടുവരുന്നതെല്ലാം അതിൻ്റെ അർത്ഥം അതാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? ഈശോ പരസ്യമായി നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈശോയെ നാം കാണണം, ഈശോയെ കേൾക്കണം, ഈശോയെ അനുഭവിക്കണം, ഈശോയുടെ സ്നേഹം അനുഭവിക്കണം, സ്നേഹമാധുര്യം അനുഭവിക്കണം, അങ്ങയുടെ വചനങ്ങളുടെ മാധുര്യം അനുഭവിക്കുവാനും എന്ന് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സാധാരണ ഞായറാഴ്ചകളിലെ പ്രാർത്ഥനയിൽ. അപ്പോൾ ദൈവവചനം കേൾക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ ആ മഹത്വപൂർണമായ ആ കർത്താവിൻ്റെ വെളിപ്പെടലിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആ ദനഹ, കർത്താവിൻ്റെ ഉദയം, സ്നേഹത്തിൻ്റെ ഉദയം, വിശ്വാസത്തിൻ്റെ ഉദയം നമ്മൾ ഉണ്ടാകണം. അങ്ങനെ കർത്താവിൻ്റെ ആ ദനഹാകാലം കർത്താവ് നമ്മൾ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഈ ശിഷ്യന്മാരെ പോലെ തന്നെ അവർ ദൈവാന്വേഷണികളാണ്, സത്യാന്വേഷികളാണ്. ഈ നഥാനിയിലൊക്കെ സത്യാന്വേഷികളാണ്. നസ്രസിൽ നിന്നെങ്കിലും നന്മ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നസ്രസ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം ആണെന്ന് തോന്നും, പക്ഷേ വസ്തുതയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമല്ല. മിശിഹ വരുന്നത് എവിടെ നിന്നാണ്? യോഹന്നാന്റെ സുവിശേഷം 7:42 പറയുന്നു, അവൻ ബെത്ലഹേമിൽ നിന്ന് വരുമെന്നല്ലേ പറയുന്നത്. അപ്പം നസ്രസിൽ നിന്ന് നന്മ വരുമെന്ന് ചോദിക്കാൻ കാരണം അതാണ്. പക്ഷേ നസ്രസിൽ നിന്നും വരും. യെശയ്യാ 11:1 ജെസ്സയുടെ കുറ്റി, നെറ്റ്സർ, നസ്രസിൽ നിന്നുള്ള ആ കുറ്റി, നസ്സർ എന്ന വാക്കിൻ്റെ അർത്ഥം മുള എന്ന അർത്ഥം കൂടിയുണ്ട്.
അപ്പോൾ ആ നസസ്സിൽ നിന്നും, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്തു നിന്നും ദൈവം വരും. നസസ്സിൽ നിന്ന് വരുന്ന നന്മ. ഈ നസ്രായനായ ഈശോ, നസ്രാണികളാണ് കേരളത്തിലെ പുരാതന ക്രിസ്ത്യാനികൾ. നസസ്സുകാരെന്ന് അതിൻ്റെ അർത്ഥം, ഈശോയുടെ നാട്ടുകാർ എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ ആ ഉപേക്ഷിക്കപ്പെട്ട, നിസ്സാരമായ, അവഗണിക്കപ്പെട്ട ഒരു സ്ഥലം പോലും കർത്താവ് ഏറ്റവും മഹത്വപൂർണമായ സ്ഥലമാക്കി തൻ്റെ നാമത്തിനോട് ചേർത്ത് വെച്ചു. നസ്രായൻ എന്ന് പറഞ്ഞാൽ ഈശോയാണ്. അങ്ങനെ കർത്താവിനോട് അടുക്കുന്നവരെ കർത്താവ് ഇതുപോലെ രൂപാന്തരം വരുന്നത് പോലെ തന്നെ കർത്താവിനോട് അടുക്കുന്നവർക്കും ഇതുപോലെയുള്ള വലിയ ഒരു ഉദയം, ബോധോദയം, ജീവോദയം, ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യം ലഭിക്കും. അത് കർത്താവ് ഈ ദനഹാക്കാലത്ത് നമുക്ക് നൽകുന്ന വലിയ സമ്മാനമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതാ കറയില്ലാത്ത ഇസ്രായേൽക്കാരൻ, കറയും കളങ്കമില്ലാത്ത ചിന്തയോടുകൂടി കർത്താവിനെ സമീപിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിന് മോചനം നൽകും. കർത്താവിനെ കാണുവാൻ നമുക്ക് സാധിക്കും. ആ കർത്താവിനെ അനുഭവിക്കുവാൻ കഴിയും. ഇതിനും വലിയ കാര്യം നിങ്ങൾ കാണും. ആ കാഴ്ച കാണപ്പെടുന്നതല്ല, കാണപ്പെടാത്ത വലിയ കാഴ്ച പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അങ്ങനെയുള്ള സ്വർഗീയ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഈ കാലഘട്ടം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ വചനങ്ങൾ നമ്മെ അതിലേക്ക് നയിക്കുകയാണ്. അത് സ്വീകരിച്ച് കർത്താവിനെ നമുക്ക് എതിരേൽക്കാം, കർത്താവിനെ ഏറ്റുപറയാം.